മുണ്ടക്കയം കോരത്തോട് ഗ്രാമപഞ്ചായത്തുകളിലായി 20,000-ഓളം വീടുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനായി 284 കോടി രൂപ വിനിയോഗിച്ച് നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതിയുടെ ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണോദ്ഘാടനം മുണ്ടക്കയം അമരാവതിയിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA-യുടെ അധ്യക്ഷതയിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. നമ്മുടെ ജില്ലയിലും പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലുമെല്ലാം എല്ലാ വീടുകളിലും ശുദ്ധമായ വെള്ളം എത്തുക. ഇത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്നതിന് ജലജീവൻ പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ കാര്യക്ഷമമായി ഇടപെട്ട് പ്രവർത്തനം ആരംഭിച്ചൊരു സംസ്ഥാനമാണ് കേരളം. എപ്പോഴും ആക്ഷേപങ്ങൾ കിടന്നുകാനും വസ്തുതകൾ മറച്ചുവെക്കാനും ശ്രമിക്കുന്ന, ആരുടെയും മുമ്പിൽ തുറന്നു പറയാൻ സാധിക്കുന്ന യാഥാർത്ഥ്യബോധത്തിനു കൂടിയാണ് ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്ന ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം 17 ലക്ഷം കുടുംബങ്ങളിലായിരുന്നു. കേരളത്തിലെ 70,80,000 ഗ്രാമീണ ഭവനങ്ങളുണ്ട്. ആ ഏതാണ്ട് 71 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളുള്ള കേരളത്തിൽ 17 ലക്ഷം കുടുംബങ്ങളിൽ മാത്രമാണ് പൂർണ്ണമായും ശുദ്ധജല വിതരണം നടത്താൻ നമുക്ക് സാധിച്ചത്. അതും 60 വർഷക്കാലം കൊണ്ട്. ഈ പദ്ധതി ഏറ്റെടുത്ത് നിലവിലുള്ള പദ്ധതികളിലൂടെയും പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിലൂടെയും ഇതിനോടകം കഴിഞ്ഞ 3 വർഷക്കാലത്തിനിടയിൽ 3.5 വർഷക്കാലം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് 17 ലക്ഷം കുടുംബങ്ങൾ എന്നുള്ളതിൽ നിന്ന് ഇന്ന് കേരളത്തിൽ 40 ലക്ഷം കുടുംബങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഉദ്ഘാടന ചടങ്ങിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ്, കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഷാജി പാമ്പൂരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ PR അനുപമ, അഡ്വക്കേറ്റ് ശുഭേഷ് സുധാകരൻ, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ PK പ്രദീപ്, ഷീലമ്മ ഡൊമിനിക്, CV അനിൽകുമാർ, ഷിജി ഷാജി, സുലോചന സുരേഷ്, റേച്ചൽ KT, ജാൻസി തൊട്ടിപ്പാട്ട്, KN സോമരാജൻ, ബെന്നി ചേറ്റുകുഴി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു.